സിപിഎമ്മിനും ബിജെപിക്കുമെതിരായ പ്രതിപക്ഷ നേതാവിന്റെ താക്കീത് അത് വെറും അവകാശവാദമല്ല എന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അധികം താമസിയാതെ തന്നെ ചില വിവരങ്ങൾ പുറത്തുവരുമെന്ന് കോൺഗ്രസ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു. കോർ കമ്മിറ്റി അംഗത്തിനെതിരായ സന്ദീപ് വാര്യരുടെ ഭീഷണി അത് അവരുടെ കുടുംബകാര്യമെന്നാണ് ബിജെപി നേതാക്കളുടെ നിലപാട്. കെ.ആർ. സാജു വിവരങ്ങൾ നൽകും. സാജു, കഴിഞ്ഞ ദിവസത്തെ സതീഷിന്റെ പ്രതികരണത്തിൽ എം.വി. ഗോവിന്ദന്റെ പ്രതികരണം ഉണ്ടായത് ബോംബൊക്കെ വീണ് പൊട്ടുന്നതും ഇനി വീഴാനിരിക്കുന്നതും കോൺഗ്രസിൽ തന്നെയാണല്ലോ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, എന്തോ ചില വിവരങ്ങൾ, കേരളം ഞെട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയോ വരും ദിവസങ്ങളിൽ പുറത്തുവരാനുണ്ട് എന്നാണോ കോൺഗ്രസ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്? പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി വെല്ലുവിളിയുടെ സ്വഭാവത്തോടുകൂടി പറഞ്ഞത്, CPM സൂക്ഷിച്ചോ, ഒരു വലിയ വാർത്ത, കേരളം ഞെട്ടുന്ന വാർത്ത വരാനുണ്ട് എന്ന് പറഞ്ഞു വെച്ചത്. അത് വെറും വാക്കല്ല, അതൊരു തള്ളല്ല എന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്നത്. ചില കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറഞ്ഞതെന്നും അത് താമസിയാതെ തന്നെ 1-2 ദിവസത്തിനകം തന്നെ കേരളം അറിയും എന്നുമാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ പറയുന്നത്. ചില രേഖകളടക്കം പ്രതിപക്ഷ നേതാവിലേക്ക് എത്താനുണ്ട്. അതുകൂടി ലഭിച്ചു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരും എന്ന സൂചനകളാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്നത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തിയ ഒരു വെല്ലുവിളി സ്വഭാവത്തോടു കൂടിയുള്ള കാര്യങ്ങൾ അല്ല. അത് പ്രതിപക്ഷ നേതാവിന്റെ ക്രെഡിബിലിറ്റിയെ കൂടി ബാധിക്കുന്നതാണ്. ഇങ്ങനെ ഒരു കാര്യം പുറത്തു വരാൻ ഉണ്ടെന്ന് പറയുകയും പിന്നീട് വന്നില്ലെങ്കിൽ പലപ്പോഴും പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആളുകൾ വിശ്വാസത്തിലെടുക്കാതെയൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൂടി അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വരും എന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത്. അത് പുറത്തു വരുമ്പോൾ നമുക്കറിയാം അത് കേരളം ഞെട്ടുമോ ഇല്ലയോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ ആ രാഷ്ട്രീയ ബോംബാണെങ്കിൽ അതിന്റെ ആഴവും വ്യാപ്തിയും എന്താണ് എന്ന കാര്യത്തിലുള്ള ചർച്ചകൾ ഇപ്പോഴേ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. ഇന്നലെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ എം.വി. ഗോവിന്ദൻ പറഞ്ഞിരുന്നു, ആ ബോംബൊന്നും CPM-ന് ഭയമൊന്നുമില്ല, ബോംബുകളൊക്കെ ഇപ്പോൾ പൊട്ടുന്നത് കോൺഗ്രസിലാണ് എന്നായിരുന്നു അദ്ദേഹം ഇന്നലെ പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളിയോട് നടത്തിയ പരാമർശം. എം.വി. ഗോവിന്ദന്റെ ആത്മവിശ്വാസം എത്രത്തോളം വലിയ ആത്മവിശ്വാസമാണ് എന്ന് ഇത് പുറത്തു വരുമ്പോൾ മനസ്സിലാക്കുമെന്നൊക്കെയാണ് പല കോൺഗ്രസ് കേന്ദ്രങ്ങളും പറയുന്ന കാര്യം. അതേസമയം BJP-യുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഉണ്ട്. അത് ഇന്നലെ പ്രതിപക്ഷ നേതാവ് BJP-യുടെ കാര്യം കൂടി പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ സന്ദീപ് വാര്യരുടേതായ ഒരു പോസ്റ്റ് കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമോ എന്ന ചോദ്യവുമായി വന്നിരുന്നു. പക്ഷെ അതൊരു കുടുംബ പ്രശ്നമാണ് എന്നും അത് പാർട്ടിയെ ബാധിക്കില്ല എന്നുമാണ് BJP കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. അത് ഏത് നേതാവിനെ കുറിച്ചാണ് എന്ന് BJP കേന്ദ്രങ്ങൾ പറയുന്നില്ല പരസ്യമായി. പക്ഷെ അതൊന്നും പാർട്ടിയെ ബാധിക്കില്ല എന്ന ഒരു നിലപാടാണ് BJP ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാം പുറത്തു വരുമ്പോൾ അതിന്റെ വ്യാപ്തിയും ആഴവുമൊക്കെ രാഷ്ട്രീയ കേരളത്തിന് തിരിച്ചറിയാൻ കഴിയും, ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത. ഏതായാലും വെല്ലുവിളികളും അത് ഞങ്ങളെ ബാധിക്കില്ലെന്നുള്ള അവകാശവാദങ്ങളുമൊക്കെ ഒരു വശത്ത് തുടരുകയാണ്. ദിവ്യ.